നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ മാസത്തിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചീര കൃഷി. ഹ്രസ്വകാല വിളയായതിനാൽ തുടക്കക്കാർക്ക് ഗംഭീരമായി ചെയ്യാൻ സാധിക്കുന്നതാണ്. വളം തീരെ കുറച്ചു മതി എന്നുള്ളതാണ് ചീരയുടെ പ്രത്യേകത. എന്നാൽ വെയിലും വെള്ളവും ധാരാളം വേണം. നമ്മുടെ നാട്ടിൽ 20ഓളം ഇനം ചീരകൾ കാണപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ വെയിൽ ലഭിച്ചാൽ നല്ല നിറവും പുഷ്ടിയും ഉണ്ടാവുന്നതാണ്. ഇലക്കറികൾക്ക് പൊതുവെ കൃഷി ചെയ്യാനായി നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് ആവശ്യമായി വരുന്നത്. മണ്ണിൽ കുമ്മായം ചേർത്ത് നല്ലപോലെ ഇളക്കി ചെറിയ നനവോടുകൂടി 2 ആഴ്ച തണലിൽ മൂടിയിടുക. മണ്ണിൻ്റെ pH ലെവൽ ശരിയായ രീതിയിലാവാനാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. pH ലെവൽ കറക്റ്റായാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ശരിയായ രീതിയിൽ വലിച്ചെടുക്കുന്നതാണ്. ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചാണകപ്പൊടി ചേർത്തിളക്കി നല്ല രീതിയിൽ നനച്ച ശേഷം വിത്ത് പാവുകയോ തൈ നടുകയോ ചെയ്യാം. വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം ചീരവിത്തും കുറച്ചു മണലും കൂടി മിക്സ് ചെയ്ത് പാവിയാൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാകും. ചീരവിത്തിൻ്റെ പ്രധാന ശത്രുവാണ് ഉറുമ്പ്. ഉറുമ്പിനെ ഒഴിവാക്കാനായി വിത്ത് പാകിയതിനു ശേഷം അല്പം മഞ്ഞപ്പൊടി ഇടുക. റവയോ അരിമണി വിതറുകയോ ചെയ്യാം. ഉറുമ്പുകൾ വന്നാൽ ഇവ ഇത് ഭക്ഷിക്കുന്ന സമയം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. ചീരവിത്ത് പാകിയാൽ 3 ദിവസം കൊണ്ട് വിത്ത് മുള വന്നിരിക്കും. മുള വന്ന് 2 ആഴ്ച വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഈ സമയം ആവശ്യമായി വരുന്നുള്ളൂ. ഇലകൾക്ക് ക്ഷതമേൽക്കാത്ത രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാവും ഉത്തമം. 2 ആഴ്ച കൊണ്ട് 5 ഇല പരുവാകുന്നതാണ്. ആ സമയം മാറ്റി നടുകയോ വളപ്രയോഗം ആരംഭിക്കുകയോ ചെയ്യാം. മാറ്റി നടുകയാണെങ്കിൽ 3 ദിവസത്തിന് ശേഷമേ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. 1 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന വിളയാണ്. അതുകൊണ്ട് സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഏറ്റവും അനുയോജ്യം. ഇലകളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ കൂടിയ വളങ്ങളാണ് ആവശ്യമായുള്ളത്. പച്ച ചാണകം കലക്കി ഒഴിക്കാവുന്നതാണ്. ഗോമൂത്രം ലയിപ്പിച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചിലകളിൽ എല്ലാം തന്നെ നൈട്രജൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനാൽ പച്ചിലകൾ 3 ദിവസം വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്ത് ഇരട്ടി വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ട് നൽകാവുന്ന ഒന്നാണ് കടല പിണ്ണാക്ക് പൊളിപ്പിച്ച് കൊടുക്കുന്നത്. പച്ച ചാണകം കിട്ടാത്തവർക്ക് ചാണകപ്പൊടിയും വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ചീരയ്ക്ക് പ്രധാനമായി ഉണ്ടാകുന്ന രോഗമാണ് ഇലപ്പുള്ളി രോഗം. ഇതൊരു പരിധിവരെ തടയുന്നതിനാണ് ഗോമൂത്രം ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത്. കൂടാതെ ചീരയ്ക്ക് വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഇലകളിൽ കൂടി നല്ലോണം തളിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. പച്ച ചീരയും ചുമന്ന ചീരയും ഇടകലർത്തി നട്ടാൽ ഈ രോഗം കുറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ചീരകൃഷി ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.